ഗ്രേഡിയൻറ്റ് പാർട്സ് ഓഫ് എവല്യൂഷൻ എന്ന ബയോളജിയുടെ രണ്ടാമത്തെ ചാപ്റ്ററിൻ്റെ 5ാമത്തെ ക്ലാസ്സാണ് ഇന്നത്തെ ക്ലാസ്. അപ്പോൾ ഇതിനു മുമ്പുള്ള ക്ലാസ്സുകളെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നെർവസ് സിസ്റ്റത്തെ പറ്റിയാണ് പഠിച്ചത് അല്ലേ? അപ്പോൾ നെർവസ് സിസ്റ്റം എന്താണെന്നും നെർവസ് സിസ്റ്റത്തിനകത്തുള്ള ന്യൂറോണിൻ്റെ സ്ട്രക്ചറിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിനോടകം തന്നെ പഠിച്ചിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ക്ലാസ് കാണുന്നതിനോടൊപ്പം തന്നെ എന്ത് ചെയ്യുക, നോട്ട് നമുക്ക് ടെലഗ്രാം ചാനലിൽ അവൈലബിൾ ആണ്, അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഡൗൺലോഡ് ചെയ്യേണ്ട രീതിയൊക്കെ അറിയാമല്ലോ. അപ്പോൾ അത് വെച്ച് എന്ത് ചെയ്യണം, പഠിച്ചു പൊക്കോളണം. അവസാനത്തേക്ക് പഠിക്കാമെന്ന് വിചാരിച്ച് മാറ്റി വെക്കരുത്. അതായത് വെറുതെ ക്ലാസ് കണ്ടുപോകേണ്ട കാര്യമില്ല. ഇപ്പോൾ സ്കൂൾ തുറന്നിട്ടേ ഉള്ളൂ, നിങ്ങൾക്ക് ആവശ്യം പോലെ സമയമുണ്ട്. അപ്പോൾ ക്ലാസ് കാണുമ്പോൾ തന്നെ എന്ത് ചെയ്യുക, ആ ടോപ്പിക്ക് പഠിച്ച് തന്നെ പോവുക. പിന്നെ സ്കൂളിൽ പഠിപ്പിച്ചിട്ട് പഠിക്കാം, അല്ലെങ്കിൽ എക്സാം വരുമ്പോൾ പഠിക്കാമെന്നൊന്നും വിചാരിച്ച് എന്ത് ചെയ്യരുത്, മാറ്റി വയ്ക്കരുത്. ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് എടുത്ത് എന്ത് ചെയ്യണം, ക്ലാസ് കണ്ടു കഴിയുമ്പോൾ തന്നെ ആ ടോപ്പിക്ക് പഠിച്ച് വേണം പോകാനായിട്ട്. എന്നിട്ട് നമ്മൾ സ്കൂളിൽ പഠിപ്പിക്കുമ്പോൾ അതൊരു റിവിഷൻ കൂടെ ആവും. അടുത്ത് നിങ്ങളെ ട്യൂഷൻ സെൻറ്ററിൽ പഠിപ്പിക്കുമ്പോൾ അത് മറ്റൊരു റിവിഷൻ ആവും. അത് കഴിഞ്ഞ് നിങ്ങൾ എക്സാമിന് വീണ്ടും അങ്ങനെ ഒരു 3-4 തവണ ഒരു ടോപ്പിക്ക് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് റിവിഷൻ നടത്തി പഠിക്കുമ്പോഴാണ് സത്യത്തിൽ എന്ത് ചെയ്യുന്നത്, ഇതൊക്കെ നമ്മുടെ തലയിൽ അങ്ങനെ ഉറപ്പിച്ചിരിക്കുന്നത്, സ്ട്രോങ് ആയിട്ടിരിക്കുന്നത്. കാരണം ഇതൊക്കെ ഇനി ആവശ്യമുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ എക്സാം നമുക്ക് ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഈ വർഷം മുതൽ എക്സാമൊക്കെ അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ആയിരിക്കും. പുതിയ ടെക്സ്റ്റ് ബുക്കാണ്. പുതിയ ടെക്സ്റ്റ് ബുക്ക് ആകുമ്പോൾ നിങ്ങൾക്കറിയാം ചോദ്യത്തിൻ്റെ രീതികളിലും മാറ്റം വന്നു തുടങ്ങിയിട്ടുണ്ട് അല്ലേ? +1 ടോപ്പിക്കുകളാണ് നമ്മുടെ 10ാം ക്ലാസ് ടെക്സ്റ്റ് ബുക്കിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ചോദ്യങ്ങളും ആ നിലവാരത്തിലുള്ളതായിരിക്കും. അപ്പോൾ അതിന് കൂടെ നമ്മൾ തയ്യാറായിട്ട് വേണം പഠിക്കാൻ. നമ്മുടെ 1ാമത്തെ ചാപ്റ്ററിൻ്റെ പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ വരുന്ന ഒരു ക്ലാസ് ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യും. അപ്പോൾ നിങ്ങളിപ്പോൾ 1ാമത്തെ ചാപ്റ്റർ പഠിച്ച് തീർന്നെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ആ ചാപ്റ്ററൊക്കെ ഒന്ന് റിവൈസ് ചെയ്ത് വയ്ക്കുക. നമ്മുടെ പ്രീവിയസ് ഇയറിൻ്റെ ക്ലാസ് ഉടനെ വരും. അപ്പോൾ ആ ക്ലാസ്സിൽ നമുക്ക് മനസ്സിലാവും എങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ വരാൻ സാധ്യത ഉള്ളതെന്ന്. അപ്പോൾ നമ്മൾ സമയം കളയുന്നില്ല, സ്റ്റാർട്ട് ചെയ്യുന്നു നമ്മുടെ നെർവസ് സിസ്റ്റം. നെർവസ് സിസ്റ്റത്തെ നമുക്ക് 2ആയിട്ട് തിരിക്കാമെന്നാണ് കഴിഞ്ഞ ക്ലാസ് നമ്മൾ അവസാനം പറഞ്ഞ് നിർത്തിയത്. ഏതൊക്കെയാണ്? സെൻട്രൽ നെർവസ് സിസ്റ്റവും പെരിഫറൽ നെർവസ് സിസ്റ്റവും. സെൻട്രൽ നെർവസ് സിസ്റ്റം, സെൻട്രൽ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, നമ്മുടെ നെർവസിൻ്റെ സെൻട്രൽ എന്ന് പറയുന്ന ആരാണ്? നമ്മുടെ ബ്രെയിനാണ്. അപ്പോൾ നമ്മുടെ ബ്രെയിനും സ്പൈനൽ കോഡും അടങ്ങുന്നതാണ് സെൻട്രൽ നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്. നമ്മളതിനെ CNS എന്നും ചുരുക്കത്തിൽ പറയാറുണ്ട്. ഇനി പെരിഫറൽ നെർവസ് സിസ്റ്റത്തിനകത്ത് എന്ത് വരും? 12 പെയർ ഓഫ് ക്രാനിയൽ നെർവുകളും 31 പെയർ ഓഫ് സ്പൈനൽ നെർവുകളും വരും. 12 പെയർ ക്രാനിയൽ നെർവ്, ക്രാനിയം എന്ന് പറയുമ്പോൾ തന്നെ തലയോട്ടിക്കകത്ത് നിന്ന് നമുക്ക് ഓർത്ത് വയ്ക്കാം. സ്പൈനൽ കോഡിൽ നിന്ന് വരുന്ന 31 പെയർ അപ്പോൾ സ്പൈനൽ നെർവുകളും ഉണ്ട്. അതിനോടൊപ്പം തന്നെ പലതരം റിസപ്റ്റേഴ്സുകളും ഗാംഗ്ലിയയും കൂടി ചേരുമ്പോഴാണ് എന്താവുന്നത്, പെരിഫറൽ നെർവസ് സിസ്റ്റം ആവുന്നത്. അതായത് കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നതും സിഗ്നൽ കൊടുക്കുന്നതും സെൻട്രൽ നെർവസ് സിസ്റ്റം, അത് ശരീരത്തിലെ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നത് പെരിഫറൽ നെർവസ് സിസ്റ്റം എന്ന രീതിയിൽ നിങ്ങൾക്ക് ഇതിനെ ഓർത്ത് വയ്ക്കാം. അതിൽ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനകത്ത് വരുന്ന ബ്രെയിനിൻ്റെയും സ്പൈനൽ കോഡിൻ്റെയും കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതിൽ ആദ്യം തുടങ്ങുന്നത് നമ്മുടെ ബ്രെയിനിനെ പറ്റി പറഞ്ഞുകൊണ്ടാണ്. നിങ്ങൾക്കറിയാം, നമ്മുടെ നെർവസ് സിസ്റ്റത്തിൻ്റെ സെൻറ്റർ എന്ന് പറയുന്ന ആരാണ്? നമ്മുടെ ബ്രെയിനാണ്. ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ നമ്മൾ സൂക്ഷിച്ചു വയ്ക്കണം. നമ്മുടെ നെർവിനെയും നമ്മുടെ ശരീരം എന്ത് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങൾക്കിവിടെ നോക്കിയാൽ കാണാൻ പറ്റും, നമ്മുടെ ബ്രെയിനിന് ചുറ്റുമായിട്ട് ഇതാ ഇവിടെ ഇങ്ങനെ ഒരു കവറിങ് ഉണ്ട്, ഒരു 3 ലെയറുള്ള കവറിങ് ഉണ്ട്. ഇതാ ഇവിടെ ലെയറുകളാണ് നിങ്ങൾക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. കണ്ടോ, ഇതാ ഇവിടെ നിങ്ങൾക്ക് ഒരു 3 ലെയറുള്ള കവറിങ് കാണാൻ പറ്റും. ഈ 3 ലെയറുള്ള കവറിങ്ങിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? നമ്മുടെ മെനിഞ്ചസ് എന്ന് വിളിക്കുന്നത്. എന്ത് വിളിക്കുന്നത്? മെനിഞ്ചസ് എന്ന് വിളിക്കുന്നത്. മെനിഞ്ചൈറ്റീസ് എന്നൊരു രോഗത്തെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്ന രോഗം എവിടെയാണ്? നമ്മുടെ ബ്രെയിനിൻ്റെ മെനിഞ്ചസിനെയാണ് ബാധിക്കുന്നത്. അപ്പോൾ മെനിഞ്ചസ് എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് ഈസ് എ 3 ലെയേർഡ് കവറിങ്. അത് നമ്മുടെ ബ്രെയിനിനെയും സ്പൈനൽ കോഡിനെയും എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. അതിനകത്തായിട്ട് ഒരു ലിക്വിഡ് ഉണ്ട്. ആ ലിക്വിഡിൻ്റെ പേരാണ് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്. എന്തുവാണ്? സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് എന്ന് പറയും. ഓക്കെ, ഫിൽഡ് വിത്ത് എ ഫ്ലൂയിഡ് കോൾഡ് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്. ഈ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡിനെ പറ്റി നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ചു. എവിടെ പഠിച്ചു? നെർവ് മാത്രമല്ല നെർവസ് സിസ്റ്റത്തിലുള്ളതെന്നും അവിടെ മറ്റ് കുറച്ച് പ്രത്യേക സെല്ലുകളുണ്ടെന്നും അവർക്ക് മെസ്സേജ് അയക്കാൻ പറ്റത്തില്ലെങ്കിൽ മറ്റ് ജോലികൾ ചെയ്യുമെന്നും നമ്മൾ പഠിച്ചു. ഓർമ്മയുണ്ടോ? എപ്പെൻഡിമൽ സെല്ല്, ഞാൻ എപ്പിഡെർമൽ സെല്ല് എന്നൊക്കെ തെറ്റി പറഞ്ഞ സാധനം എന്തുവാണത്? എപ്പെൻഡിമൽ സെല്ല്. ഈ എപ്പെൻഡിമൽ സെല്ലാണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്, മെനിഞ്ചസുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം വരും. ബ്രെയിനിനെ കവർ ചെയ്യുന്ന 3 ലെയറുള്ള കവറിങ്, അതിനെ വിളിക്കുന്ന പേരെന്ത്? 1ാമത്തെ പോയിന്റ് മെനിഞ്ചസ്. ഇതാ കണ്ടോ, 3 ലെയറുകൾ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. അപ്പോൾ എന്തായിരിക്കും? പ്രൊട്ടക്ഷനാണ് ഉദ്ദേശം. അത് ബ്രെയിനെയും സ്പൈനൽ കോഡിനെയും എന്ത് ചെയ്യുന്നുണ്ട്? കവർ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഉള്ളിലായിട്ട് ഇതാ കണ്ടോ, ഈ നീല നിറത്തിൽ കാണുന്ന ഭാഗം, ഇതാണെന്ത്? നമ്മുടെ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. ഈ പിക്ചറിൽ നിങ്ങൾക്ക് നീല നിറത്തിൽ ഇവിടെ ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്. എന്താ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡിൻ്റെ ജോലി എന്ന് ചോദിച്ചാൽ ഒരുപാട് ജോലികളുണ്ട്. അതിലൊന്നാണ് എന്താണ്? പ്രൊവൈഡ് ഓക്സിജൻ ആൻഡ് ന്യൂട്രിയൻസ് ടു ദി ടിഷ്യൂസ്. ബ്രെയിനകത്തുള്ള ടിഷ്യൂസിന്
ഓക്സിജനും മറ്റ് ന്യൂട്രിയൻസുകളും സപ്ലൈ ചെയ്യുക എന്നുള്ള ജോലി. മറ്റൊന്ന്, സപ്ലൈ ചെയ്താൽ മാത്രം പോരാ, വേസ്റ്റ് വരും, അതിനെ എലിമിനേറ്റ് ചെയ്യുക എന്നുള്ള ജോലി. മാത്രമല്ല നമ്മുടെ ഈ ബ്രെയിനിൻ്റെ ആ ഒരു ക്യാവിറ്റിയുടെ പ്രഷർ റെഗുലേറ്റ് ചെയ്യുക എന്നുള്ള ജോലി. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ജോലി എക്സ്റ്റേണൽ ഇഞ്ചുറികളിൽ നിന്ന് ബ്രെയിനിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ള ജോലി. ചെറിയ രീതിയിലുള്ള തലയ്ക്കുണ്ടാകുന്ന ഷെയ്ക്കൊന്നും ബ്രെയിനിനെ അഫക്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു ഷോക്ക് അബ്സോർബർ പോലെ നമ്മൾ ഈ പറയുന്ന സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡും അതിനുള്ള മെനിഞ്ചസും എന്ത് ചെയ്യുന്നുണ്ട്, ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബ്രെയിനിനെ സൂക്ഷിക്കുക എന്നതാണ് ഇവരുടെ ജോലി, പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ ജോലി. എങ്ങനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യും? എക്സ്റ്റേണൽ ആയിട്ടുള്ള ഇഞ്ചുറികളിൽ നിന്നും ഷേക്കുകളിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് കൊടുക്കുന്നുമുണ്ട്. അതാണ് ആരുടെ ജോലി? നമ്മൾ ഈ പറയുന്ന മെനിഞ്ചസിൻ്റെയും സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡിൻ്റെയും ജോലി. അപ്പോൾ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എപ്പെൻഡിമൽ സെല്ലാണ് എന്നുള്ള കാര്യം മറക്കരുത്. മാത്രമല്ല നമ്മുടെ ബ്രെയിനിൻ്റെ വെയിറ്റ് ഏതാണ്ട് 1400 ഗ്രാം ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അതെ. അപ്പോൾ ഈ ബ്രെയിനിൻ്റെ വെയിറ്റ് നമുക്ക് ഫീൽ ചെയ്യാതിരിക്കാൻ നിങ്ങൾ ബോയൻ്റ് ഫോഴ്സുകളെ പറ്റി കഴിഞ്ഞ കൊല്ലം പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു ബോയൻ്റ് ഫോഴ്സും ആര് കൊടുക്കുന്നുണ്ട്? ഇതിനെ കവർ ചെയ്തിരിക്കുന്ന സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് കൊടുക്കുന്നുണ്ട്. അത് എഫക്റ്റീവ്ലി ഒരു 50 ഗ്രാമോളമുള്ള നെറ്റ് എഫക്റ്റീവ് വെയിറ്റ് നമ്മുടെ ബ്രെയിനിന് തോന്നിക്കത്തുള്ളൂ എന്നും, അല്ലെങ്കിൽ അതും ആരുടെ ജോലി തന്നെയാണ്? സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡിൻ്റെയും മെനിഞ്ചസിൻ്റെയും ജോലിയാണ്. 2 പോയിന്റുകളാണ് നമ്മളിവിടെ പ്രധാനമായിട്ടും പറഞ്ഞത്. അല്ല, ഏതൊക്കെയാണ്? ഒന്ന്, ബ്രെയിനിനെ കവർ ചെയ്യുന്ന പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ആരാണ്? മെനിഞ്ചസ്. മെനിഞ്ചസിനകത്തുള്ള ഫ്ലൂയിഡിൻ്റെ പേര് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്. അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന എപ്പെൻഡിമൽ സെൽ. 2, ഇവിടുന്ന് പ്രധാനമായിട്ട് ചോദിക്കാൻ പറ്റുന്ന മറ്റൊരു ജോലി, സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡിൻ്റെ ജോലി എന്താണ്? ഓക്സിജനും ന്യൂട്രിയൻസും കൊടുക്കുക, വേസ്റ്റിനെ എലിമിനേറ്റ് ചെയ്യുക, പ്രഷറിനെ മെയിൻറ്റെയിൻ ചെയ്യുക, അതുപോലെ എക്സ്റ്റേണൽ ഇഞ്ചുറിയിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ചോദിക്കും ബ്രെയിനിൽ മാത്രമാണോ? അല്ല, സ്പൈനൽ കോഡിലും ഇവർ തന്നെയാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. സെറ്റാണല്ലോ. ഇനി അങ്ങനെയുള്ളൊരു ബ്രെയിനാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ നോക്കിക്കോ, നെർവസ് സിസ്റ്റത്തിനകത്ത് 2 ഭാഗങ്ങൾ, അതിൽ ബ്രെയിനും സ്പൈനൽ കോഡ് നമ്മൾ പറഞ്ഞു. അതിൽ പ്രൊട്ടക്ഷൻ ഞാനൊരു സെപ്പറേറ്റ് ആയിട്ട് പോയിന്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. മെനിഞ്ചസ് എന്ന 3 ലെയർഡ് മെമ്പറിൻ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. അതിനുള്ളിലായിട്ട് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് വരുന്നുണ്ട്. അതെന്ത് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന ബ്രെയിനിന് ആവശ്യമായ കുറേ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആരാണ്? അത് എപ്പെൻഡിമൽ സെല്ലാണ്. ഫങ്ഷൻസ് എന്തൊക്കെയാണ്? ഓക്സിജനും ന്യൂട്രിയൻസും കൊടുക്കുക, വേസ്റ്റിനെ എലിമിനേറ്റ് ചെയ്യുക, പ്രഷർ റെഗുലേറ്റ് ചെയ്യുക, അതുപോലെ എക്സ്റ്റേണൽ ഇഞ്ചുറികളിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുക. അങ്ങനെയുള്ളൊരു ബ്രെയിൻ എടുത്താൽ അതിൽ പ്രധാനമായിട്ട് നമുക്കൊരു 4 ഭാഗങ്ങളായിട്ട് തിരിക്കാം. ലോബുകൾ എന്ന രീതിയിൽ ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഫ്രോണ്ടൽ ലോബ്, പരേറ്റൽ ലോബ്, ടെമ്പറൽ, ഓക്സിപിറ്റൽ എന്നുള്ളൊരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ടെസ്റ്റ് പറയുന്ന ക്ലാസിഫിക്കേഷനകത്ത് നമുക്ക് അതല്ല ഉദ്ദേശിക്കുന്നത്, മറ്റെന്താണ്? ബ്രെയിനിൻ്റെ പാർട്സുകളായിട്ടാണ് പറയുന്നത്. അപ്പോൾ 5 ഭാഗങ്ങളെ പറ്റി നമുക്ക് പഠിക്കണം. ഒന്ന്, സെറിബ്രം, സെറിബെല്ലം, തലാമസ്, ഹൈപ്പോതലാമസ്, പിന്നെ ബ്രെയിൻ സ്റ്റെം. എങ്ങനെയാണ് ബ്രെയിനിൻ്റെ ഭാഗങ്ങൾ? ഈ ഭാഗത്ത് കാണുന്ന ഈ ഒരു ഭാഗത്ത് കാണുന്നത് സെറിബ്രം, അതിൻ്റെ പുറകിലായിട്ട് കാണുന്ന ഇവിടെ കാണുന്നത് സെറിബെല്ലം, ഇവിടെയായിട്ട് കാണുന്നത് തലാമസ്, അതിൻ്റെ തൊട്ട് താഴെയായിട്ട് കാണുന്ന ഹൈപ്പോതലാമസ്, പിന്നെ ഇവിടെ കാണുന്ന ബ്രെയിനിൽ നിന്ന് സ്പൈനൽ കോഡിലേക്ക് പോകുന്ന ഈ ഒരു പാത്ത്, അതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഈ പറയുന്ന ബ്രെയിനിൻ്റെ സ്റ്റെം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവരുടെ ഫങ്ഷൻസാണ് നമുക്ക് അടുത്ത് പഠിക്കാനായിട്ടുള്ളത്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ചോദ്യം വരും. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗത്തെ പറ്റി തന്നെ ആദ്യം നോക്കാം. അതാണ് എന്തെന്ന് പറയുന്നത്? ഏറ്റവും ലാർജസ്റ്റ് ഭാഗം എന്ന് പറയുന്ന സെറിബ്രം. കണ്ടോ, ഈ പറയുന്ന ഭാഗമാണ് സെറിബ്രം. അപ്പോൾ നിങ്ങൾ ഈ പിക്ചർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സാധാരണ കാണുന്ന ഒരു ബ്രെയിൻ ഉണ്ടല്ലോ, ആ ബ്രെയിനിനെ, ഇപ്പോൾ ഇതാണ് ബ്രെയിൻ എന്ന് നിങ്ങൾ വിചാരിക്കുക. ആ ബ്രെയിനിനെ ഈ ഒരു നടുക്കത്തെ ഭാഗത്ത് വെച്ച് കട്ട് ചെയ്തു, നടുക്കത്തെ ഭാഗം വെച്ചിങ്ങനെ കട്ട് ചെയ്തു. എന്നിട്ട് ആ കട്ട് ചെയ്ത ഭാഗത്തിന് എടുത്ത് വെച്ചേക്കുന്ന പോലെയാണ് നമുക്ക് ഈ പിക്ചറിലൂടെ കാണിച്ചേക്കുന്നത്. അതായത് ബ്രെയിനിൻ്റെ പുറമല്ല ഈ കാണുന്നത്, ബ്രെയിനിൻ്റെ അകവശമാണ് കാണുന്നത്. ഇതാണ് ഈ മൗസ് പോലെയാണ് ബ്രെയിൻ ഇരിക്കുന്നതെങ്കിൽ അതിന് നടുക്ക് വെച്ചിട്ട് എന്ത് ചെയ്തേക്കുകയാണ്? ഇങ്ങനെ മുറിച്ച് മാറ്റി കഴിഞ്ഞാൽ 2 ഭാഗങ്ങൾ കിട്ടുമല്ലോ. 2 ഭാഗങ്ങൾ നമുക്കറിയാം, ബ്രെയിൻ ഇടതുവശവും വലതുവശവും ഉണ്ട് അല്ലേ? വലതുവശം ഇടത് ഭാഗത്തിന് കൺട്രോൾ ചെയ്യുന്നു, ഇടതുവശം വലത് ഭാഗത്തിന് കൺട്രോൾ ചെയ്യുന്നു എന്നൊക്കെ നിങ്ങൾ ചിലപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള ബ്രെയിനിലെ ഏറ്റവും വലിയ ഭാഗവും ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗവുമാണ് സെറിബ്രം. എന്തുവാണ്? സെറിബ്രം. അപ്പോൾ സെറിബ്രത്തിൻ്റെ ഫസ്റ്റ് പോയിന്റ് എന്താണ്? ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദ ബ്രെയിൻ. ബ്രെയിനിലെ ഏറ്റവും വലിയ ഭാഗം. അത് കാണുമ്പോൾ തന്നെ അറിയാമല്ലേ, ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദ ബ്രെയിൻ. ഇപ്പുറത്തും അപ്പുറത്തും ഉണ്ട്. ഇതിൻ്റെ പുറം വശം എന്ന് പറയുന്നത് ഗ്രേ മാറ്റർ കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. നമ്മളതിനെ എന്ത് വിളിക്കും? നോക്കിയേ, കോർട്ടക്സ് എന്ന് വിളിക്കും. എന്ത് വിളിക്കും? കോർട്ടക്സ് എന്ന് വിളിക്കും. ഗ്രേ മാറ്ററും വൈറ്റ് മാറ്ററും ഓർമ്മയുണ്ടല്ലോ അല്ലേ? മൈലിൻ ഷീറ്റ് കവർ ചെയ്തിരിക്കുന്നത് വൈറ്റും ഇല്ലാത്തത് ഗ്രേയും. ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് അകത്തിരിക്കുന്നതായിരിക്കും, അതുകൊണ്ട് അതെന്തായിരിക്കും? അത് വൈറ്റ് മാറ്റർ ആയിരിക്കും. നമ്മൾ അതിനെ വിളിക്കുന്ന പേര് മെഡുല്ല എന്നാണ്. അപ്പോൾ സെറിബ്രം ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദ ബ്രെയിൻ. സെറിബ്രത്തെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. പുറത്തെ ഭാഗം എന്ന് പറയുന്നത് കോർട്ടക്സ്, ഇന്നർ ഭാഗം എന്ന് പറയുന്നത് മെഡുല്ല. ഔട്ടർ കോർട്ടക്സും ഇന്നർ മെഡുല്ലയും. നിങ്ങൾ ഇങ്ങനെ ആലോചിച്ച് വെച്ചാൽ മതി. നമ്മളെപ്പോഴും അകത്ത് സൂക്ഷിച്ചു വയ്ക്കുന്നത് ഏറ്റവും വിലപിടിപ്പുള്ള ഇമ്പോർട്ടൻ്റ് ആയ സാധനമാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു, ഈ പറയുന്ന വൈറ്റ് മാറ്റർ എന്ന് പറയുന്നത് എഫക്റ്റീവായിട്ട് ഒരു നഷ്ടങ്ങളും ഇല്ലാതെ നെർവ് സിമ്പൽസിനെ അയക്കാൻ കഴിവുള്ളതാണ്. അപ്പോൾ ആ പറയുന്ന സാധനം വെച്ചിട്ട് എന്തുണ്ടാക്കുള്ളൂ? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള
എന്തുണ്ടാക്കത്തുള്ളൂ? മെഡുല്ല ഉണ്ടാക്കത്തുള്ളൂ എന്ന് പറഞ്ഞ് കോർട്ടെക്സ് മോശമൊന്നല്ല, മനസ്സിലാക്കാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. എന്താണ് ഇമ്പോർട്ടൻറ്റ് റോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഒരു കമ്പ്യൂട്ടറിൻ്റെ പ്രോസസ്സർ ചെയ്യുന്ന എന്താ ജോലി അല്ലേ? എന്താണ്? പ്രോബ്ലം സോൾവ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മളൊരു കമ്പ്യൂട്ടറിൻ്റെ സ്പീഡും കാര്യമൊക്കെ അതിൻ്റെ പ്രോസസ്സറിനെ ഡിപ്പെൻഡ് ചെയ്താൽ, ആ ഒരു പ്രോസസ്സറിനെ പോലെയാണ് ഈ സെറിബ്രം എന്ത് ചെയ്യുന്നത്, ആക്ട് ചെയ്യുന്നത്. പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്, പ്ലാനിങ് ചെയ്യുന്നത്, വോളണ്ടറി ആക്ഷൻസിനെ കൺട്രോൾ ചെയ്യുന്നത്. എന്താ വോളണ്ടറി ആക്ഷൻസ്? ഇപ്പോൾ നമുക്ക് നടക്കണം അല്ലേ, കണ്ണടയ്ക്കണം, ഇതൊക്കെ നമ്മൾ പലപ്പോഴും വോളണ്ടറി ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. കണ്ണടയ്ക്കുന്നത് വോളണ്ടറി എന്ന് പറയാൻ പറ്റത്തില്ലെങ്കിലും നടക്കുക എന്നുള്ളത്, സംസാരിക്കുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും തലതിരിക്കുന്നതൊക്കെ നമ്മൾ വോളണ്ടറി, നമ്മൾ അറിഞ്ഞ് ചെയ്യുന്ന കാര്യമാണ്. എന്നാൽ ഹാർട്ട് ബീറ്റ് ചെയ്യുന്നത്, ഈ ശ്വാസം വലിക്കുന്നത്, ഇതൊക്കെ നമ്മൾ അറിയാതെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, നടക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങൾ ഇൻവോളണ്ടറി എന്നും നമ്മൾ അറിഞ്ഞ് ചെയ്യുന്നതിനാണ് വോളണ്ടറി എന്ന് പറയുന്നത്. അപ്പോൾ ഈ വോളണ്ടറി ആയിട്ടുള്ള ആക്ഷൻസിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്ന ആരാണ്? സെറിബ്രം ആണ്. സെൻറ്റർ ഓഫ് മെമ്മറി, നമ്മുടെ മെമ്മറിയുടെ സെൻറ്റർ എന്ന് പറയുന്നത്, ഇൻ്റലിജൻസിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത്, തിങ്കിങ്ങിൻ്റെയും ഇമാജിനേഷൻ്റെയും സെൻറ്റർ എന്ന് പറയുന്നത്, നമുക്ക് സെൻസറി എക്സ്പീരിയൻസ് തരുന്നത് ആരാണ്? സെറിബ്രം ആണ്. അപ്പോൾ ലാർജസ്റ്റ് പാർട്ട് വെറുതെ അല്ല ലാർജ്, അതിന് അത്രത്തോളം ഇമ്പോർട്ടൻസും ഉണ്ട്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പാർട്ട് എന്ന് പറയുന്നത് സെറിബ്രം ആണ്. സെറിബ്രം ആണ് ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദ ബ്രെയിൻ. വൺ വേർഡ് ചോദിക്കാം. അതിന് എത്ര ഡിവൈഡ് ചെയ്തിട്ടുണ്ട്? 2. ഔട്ടർ കോർട്ടെക്സും ഇന്നർ മെഡുല്ലയും. കോർട്ടെക്സ് നിർമ്മിച്ചിട്ടുള്ളത് ഗ്രേ മാറ്റർ കൊണ്ട്, മെഡുല്ല നിർമ്മിച്ചിട്ടുള്ളത് വൈറ്റ് മാറ്റർ കൊണ്ടാണ്. ജോലി എന്തുവാണ്? പ്രോബ്ലം സോൾവ് ചെയ്യുക, പ്ലാനിങ് ചെയ്യുക, വോളണ്ടറി ആക്ഷൻസിനെ കൺട്രോൾ ചെയ്യുക, മെമ്മറിയുടെ സെൻറ്ററായിട്ട് ആക്ട് ചെയ്യുക, ഇൻ്റലിജൻസ്, തിങ്കിങ്ങും ഇമാജിനേഷനും സെൻസറി എക്സ്പീരിയൻസ്, നമുക്ക് ഈ പറയുന്ന സെൻസുകൾ, കാഴ്ച, കേൾവി, സ്പർശനം പോലുള്ള സെൻസുകളുടെ എക്സ്പീരിയൻസ് നമുക്ക് ഫീൽ ചെയ്യുന്നതും ആര് കാരണമാണ്? സെറിബ്രം കാരണമാണ്. അതാണ് സെറിബ്രം. രണ്ടാമത് വരുന്നു സെക്കൻഡ് ലാർജസ്റ്റ് പാർട്ട്, ദാ ഇവിടെ കാണുന്ന ഏതാണ്? സെറിബെല്ലം. ഇതാണ് സെറിബെല്ലം. സെറിബെല്ലം എന്ന് പറയുന്നത് നമ്മുടെ ബാലൻസ് അല്ലെങ്കിൽ നമ്മുടെ ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യുന്ന പ്രധാനപ്പെട്ട ജോലി ആർക്കാണ്? സെറിബെല്ലത്തിനാണ്. ഒന്ന് തലയുറ്റുമ്പോൾ ആലോചിച്ച് നോക്കി, നമ്മൾ എങ്ങനെ തറയുമെന്ന് വീഴുന്നതെന്ന്. നമ്മുടെ ബാലൻസ് നഷ്ടപ്പെടുന്നതാണ്, നമ്മുടെ ഇക്വിലിബ്രിയം പോകുന്നതാണ്. അപ്പോൾ മസ്കുലാർ ആക്ടിവിറ്റീസിനെയൊക്കെ കോർഡിനേറ്റ് ചെയ്ത് നമ്മുടെ ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യുന്ന ജോലി ആർക്കാണ്? സെറിബെല്ലത്തിനാണ്. നമ്മുടെ ഈ പറയുന്ന ഡ്രോണിലെ ഗൈറോസ്കോപ്പ് ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ, നിങ്ങൾക്കിപ്പോൾ അതൊക്കെ പരിചയമുള്ള സാധനങ്ങളാണല്ലോ അല്ലേ? ആ ഗൈറോസ്കോപ്പാണ് അതിനെ എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ ബാലൻസ് പോകാതെ ഇങ്ങനെ പിടിച്ചു നിർത്തുന്നത്. അതുപോലെ നമ്മുടെ ബ്രെയിനിൻ്റെ ഒരു ഗൈറോസ്കോപ്പാണ് ആര്? സെറിബെല്ലം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ സെക്കൻഡ് ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദ ബ്രെയിൻ, സീൻ ബിഹൈൻഡ് ആൻഡ് ബിലോ ദ സെറിബ്രം. സെറിബ്രത്തിന് താഴെയായിട്ട് ഇവിടെ ആയിട്ടാണ് കാണപ്പെടുന്നത്. എന്ത് ചെയ്യുന്നു? മെയിൻറ്റെയിൻ ഇക്വിലിബ്രിയം ഓഫ് ദ ബോഡി ബൈ കോർഡിനേറ്റിംഗ് മസ്കുലാർ ആക്ടിവിറ്റീസ്. മസ്കുലാർ ആക്ടിവിറ്റീസിനെ കോർഡിനേറ്റ് ചെയ്ത് നമ്മുടെ ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ആരുടെ ജോലി? സെറിബെല്ലത്തിൻ്റെ ജോലി. നെക്സ്റ്റ് വരുന്നു തലാമസ്. തലാമസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ പൊസിഷൻ നോക്കുമ്പോൾ തന്നെ അറിയാം. മറ്റ് സ്ഥലത്തുകളിൽ നിന്ന് വരുന്ന മെസ്സേജുകളൊക്കെ വന്ന് ആദ്യം എത്തുന്ന ബ്രെയിനിൻ്റെ ഒരു ഭാഗമെന്ന് പറയുന്നത് ഏതാണ്? തലാമസ് ആണ്. റിലേ സ്റ്റേഷൻ ഓഫ് മെസ്സേജസ് എന്നാണ് പറയുന്നത്. എന്തുവാണ്? റിലേ സ്റ്റേഷൻ ഓഫ് മെസ്സേജസ് ടു ആൻഡ് ഫ്രം ദ സെറിബ്രം. സെറിബ്രത്തിലേക്കുള്ള മെസ്സേജുകൾ കൊടുക്കുന്നതും വാങ്ങുന്നതും ഒക്കെ ആരാണ്? തലാമസ് ആണ്. അപ്പോൾ വേദന സംഹാരികൾ എന്ന് പറഞ്ഞ് നമ്മൾ കഴിക്കുന്ന സാധനങ്ങൾ അഫക്റ്റ് ചെയ്യുന്നത് ആരെയാണ്? ഈ പറയുന്ന തലാമസിനെയാണ്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്, നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യത ഉണ്ട്. പെയിൻ കില്ലറുകൾ അഫക്റ്റ് ചെയ്യുന്ന ബ്രെയിനിൻ്റെ ഭാഗം ഏത്? അത് തലാമസ്. അപ്പോൾ തലാമസ് എന്ത് ചെയ്യും? പെയിൻ കില്ലർ എന്ന് പറയുമ്പോൾ സത്യത്തിൽ നമ്മുടെ പെയിൻ ഇല്ലാതാക്കുകയാണോ ചെയ്യുന്നത്? അല്ല. പെയിൻ എന്ന് പറയുന്ന ഇമ്പൾസുകളെ സെറിബ്രത്തിലേക്ക് എത്താതെ തടഞ്ഞു വയ്ക്കുകയാണ് ആര് ചെയ്യുന്നത്? പെയിൻ കില്ലർ ചെയ്യുന്നത്. അല്ല നമ്മുടെ കൈ മുറിഞ്ഞു, നമ്മൾ പെയിൻ കില്ലർ കഴിച്ചു എന്ന് പറഞ്ഞ് അവിടുത്തെ കൈ നേരെയാവുക അല്ല ചെയ്യുന്നത്. ഈ വേദന എന്ന് പറയുന്ന സെൻസേഷൻ നമ്മുടെ തലയിൽ എത്താതിരിക്കുകയാണ് ഇവർ ചെയ്യുന്നത്. സോ അതാണ് തലാമസിൻ്റെ ജോലി. അപ്പോൾ എന്താണ്? റിലേ സ്റ്റേഷനാണ്. ആരാണ്? റിലേ സ്റ്റേഷനാണ്. നമ്മളൊരു റൂട്ടർ ഉണ്ടല്ലോ, നമ്മുടെ ഇൻ്റർനെറ്റ് കണക്ഷനിൽ നിന്ന് നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായ കണക്ഷൻ മാറ്റിത്തരുന്ന ആരാണ്? നമ്മുടെ റൂട്ടറാണ്, ഇൻ്റർനെറ്റിൻ്റെ റൂട്ടർ. അതുപോലെ നമ്മൾ ഈ പറയുന്ന ആളാണ് ആര്? തലാമസ് എന്ന് പറയുന്നത് ബ്രെയിനിൽ. ഇനി അതിൻ്റെ തൊട്ട് താഴെ കാണുന്ന ഹൈപ്പോ തലാമസ് എന്ന് പറയും. ഹൈപ്പോ തലാമസ് ചില്ലറക്കാരനല്ല. തലാമസ് ഒരു സിമ്പിൾ ജോലി ചെയ്യുമ്പോൾ നമുക്ക് തോന്നും ഹൈപ്പോ തലാമസ് സിമ്പിൾ പരിപാടി എന്തെങ്കിലും ആയിരിക്കും. അല്ല, വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് ചെയ്യുന്നത്. നമ്മുടെ ശരീരത്തിന് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുക, നമ്മുടെ വിശപ്പ്, നമ്മുടെ ദാഹം, നമ്മുടെ ഇമോഷൻസിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്ന ആരാണ്? ഹൈപ്പോ തലാമസ് ആണ്. അപ്പോൾ ചില്ലറക്കാരനല്ല. തലാമസിനെ പോലെ നമ്മൾ സിമ്പിളാക്കി വിചാരിക്കരുത് ഹൈപ്പോ തലാമസിന്. തലാമസിൽ നമുക്ക് പെയിൻ കില്ലറിൻ്റെ പോയിൻ്റാണ് മെയിനായിട്ട് പരീക്ഷയ്ക്ക് ചോദിച്ച് കണ്ടിട്ടുള്ളതെങ്കിലും ഹൈപ്പോ തലാമസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തുവാണ്? ഹെൽപ്പ് ഇൻ മെയിൻറ്റെയിൻ ഹോമിയോസ്റ്റാസിസ്. നമ്മുടെ ഈ പറയുന്ന പുറം ലോകവുമായിട്ടുള്ള നമ്മളെ ഇടപെടൽ, നമ്മുടെ ശരീരത്തിൽ ടെമ്പറേച്ചർ മറ്റു കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യിപ്പിക്കുന്ന ആരാണ്? ഹൈപ്പോ തലാമസ് ആണ്. അതായത് നമ്മുടെ ബോഡിയുടെ ടെമ്പറേച്ചറും നമ്മുടെ വിശപ്പ്, തേഴ്സ്റ്റ്, ഇമോഷൻസ്, അതുപോലെ മറ്റ് പല ഡ്രൈവുകളും ഒക്കെ കൺട്രോൾ ചെയ്യുന്ന ആരാണ്? ഹൈപ്പോ തലാമസ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഹൈപ്പോ തലാമസ് ആണ് ഇതെല്ലാം ഉണ്ടാക്കി തരുന്നത്. തെറ്റാണ്. 4 പാർട്ട് നമുക്കിവിടെ പഠിച്ചു വയ്ക്കണം. ഏതൊക്കെയാണ് പാർട്ട് എന്ന് പറയുന്നത്? ഒന്ന് സെറിബ്രം. സെറിബ്രത്തിൻ്റെ പോയിന്റുകൾ എന്തൊക്കെയായിരുന്നു? ശരീരത്തിലെ അല്ലെങ്കിൽ ബ്രെയിനിലെ ഏറ്റവും ലാർജസ്റ്റ് പാർട്ടാണ്. അതിനൊരു കോർട്ടെക്സും ഇന്നർ മെഡുല്ലയും ഉണ്ട്. കോർട്ടെക്സ് ഗ്രേ മാറ്റർ കൊണ്ടും മെഡുല്ല വൈറ്റ് മാറ്റർ കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്.
പ്രോബ്ലം സോൾവ് ചെയ്യുന്നതും പ്ലാനിങ് നടത്തുന്നതും വോളണ്ടറി ആയിട്ടുള്ള നമ്മൾ അറിഞ്ഞ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നത് സെറിബ്രമാണ് അല്ലേ. നമ്മളൊരു പ്രോബ്ലം സോൾവ് ചെയ്യുന്ന എപ്പോഴാണ് നമ്മളൊരു കാര്യം കണ്ട് നമ്മളതിനെ മനസ്സിലാക്കുന്നു. അപ്പോൾ തിങ്കിങ് നടക്കുന്ന എവിടെയാണ്? സെറിബ്രത്തിനകത്താണ്. മെമ്മറി നടക്കുന്ന സെറിബ്രത്തിലാണ്. നമ്മുടെ ബുദ്ധി, ഇൻ്റലിജൻസ്, നമ്മുടെ തിങ്കിങ് കപ്പാസിറ്റി, നമ്മുടെ ഇമാജിനേഷൻ. അപ്പോൾ ഇങ്ങനെ ആലോചിച്ചാൽ അത് സെറിബ്രം നമ്മൾ കണ്ണിൽ കാണുന്നു, നമ്മൾ തൊടുന്നു, നമ്മൾ ഓരോ കാര്യങ്ങൾ പുറത്തെ ലോകത്തിൻ്റെ മനസ്സിലാക്കുന്നു. അത് മനസ്സിലാക്കി അതനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കുന്നത് സെറിബ്രം. ഇമാജിനേഷൻ നടത്തുന്നത് സെറിബ്രം. തിങ്ക് ചെയ്യുന്നതും ഇൻ്റലിജൻസും ഒക്കെ എന്താണ്? സെറിബ്രമാണ്. അപ്പോൾ നിങ്ങളുടെ ബുദ്ധി ഇരിക്കുന്ന സെറിബ്രത്തിലാണെന്ന് ഓർത്താൽ മതി. സെൻസറി എക്സ്പീരിയൻസ് വരുന്നതും സെറിബ്രം. അതിന് താഴെയായിട്ട് കാണുന്ന സെക്കൻഡ് ലാർജസ്റ്റ് പാർട്ടാണ് ആരെന്ന് പറയുന്നത്? സെറിബെല്ലം എന്ന് പറയുന്നു. എന്താ പ്രധാനപ്പെട്ട ജോലി? ഇക്വിലിബ്രിയം ഓഫ് ദ ബോഡി മെയിൻറ്റെയിൻ ചെയ്യുക ത്രൂ മസ്കുലാർ കോർഡിനേഷനാണ് സെറിബെല്ലത്തിൻ്റെ ജോലി. പിന്നെ വരുന്നു ഏതാണ്? തലാമസ്. തലാമസ് എന്താണ്? ഇന്നർ പാർട്ട് ഓഫ് ദ ബ്രെയിൻ. ബ്രെയിനകത്തായിട്ടാണ് കാണുന്നത്. റിലേ സ്റ്റേഷനാണ് എന്തിൻ്റെ? മെസ്സേജുകൾ എവിടുന്ന്? ടു ആൻഡ് ഫ്രം ദ സെറിബ്രം. ഇവിടുന്ന് ഇമ്പോർട്ടൻ്റ് ചോദ്യം എപ്പോഴും ചോദിച്ചു കണ്ടിട്ടുള്ളതാണ്. പെയിൻ കില്ലറുകൾ അഫക്റ്റ് ചെയ്യുന്ന ബ്രെയിനിൻ്റെ ഭാഗം ഏത്? അത് തലാമസ്. എങ്കിൽ അതിൻ്റെ താഴെ കാണുന്ന ഹൈപ്പോ തലാമസ് എന്താണ്? ഹോമിയോസ്റ്റാസിസ് മെയിൻറ്റെയിൻ ചെയ്യുന്നു. എങ്ങനെ? ബോഡിയുടെ ടെമ്പറേച്ചറും നമ്മുടെ വിശപ്പും തേഴ്സ്റ്റും ഇമോഷൻസും ഒക്കെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? ഹൈപ്പോ തലാമസ് ആണ്. അപ്പോൾ പിന്നെ വരുന്ന ആരാണ്? ബ്രെയിനിൽ നിന്നും സ്പൈനൽ കോഡിലോട്ട് പോവുകയാണ്. 3 ഭാഗങ്ങൾ. നമ്മളതിനെ എന്ത് വിളിക്കും? ബ്രെയിനിൻ്റെ സ്റ്റെം എന്ന് വിളിക്കും. ബ്രെയിനിൻ്റെ സ്റ്റെം എന്ന് വിളിക്കും. 3 ഭാഗങ്ങളാണ് വരുന്നത്. മിഡ് ബ്രെയിൻ ഉണ്ട്, പോൺസ് ഉണ്ട്, മെഡുലോ ഒബ്ലാങ്കട്ട ഉണ്ട്. ഈ മെഡുലോ ഒബ്ലാങ്കട്ട എന്ന് പറയുന്ന സാധനം നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളതാണ് അല്ലേ. തലയ്ക്കടി കിട്ടുമ്പോൾ പെട്ടെന്ന് ആൾക്കാർ മരിച്ചു പോകുന്നത് ഈ മെഡുല ഒബ്ലാങ്കട്ടയിൽ അടി കിട്ടുന്നത് കൊണ്ടാണെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് തന്നെ തുടങ്ങാം. അത്രയും ഇമ്പോർട്ടൻ്റ് ആയ, അതായത് നമ്മുടെ ശരീരത്തിന് നമ്മൾ വിചാരിച്ചില്ലെങ്കിലും നടക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാൻ പറഞ്ഞു ഹൃദയമിടിക്കുന്നത്, ശ്വാസം വലിക്കുന്ന പോലെയുള്ള കുറേ കാര്യങ്ങൾ. അതിന് ഞാൻ എന്താ പറഞ്ഞത്? ഇൻവോളണ്ടറി ആക്ഷൻസ് ആണ്. ഈ ഇൻവോളണ്ടറി ആക്ഷൻസ് ലൈക്ക് ഹാർട്ട് ബീറ്റ്, വെന്റിലേഷൻ എന്ന് വെച്ചാൽ ശ്വാസം വലിക്കുക, വോമിറ്റിങ്, കഫിങ്, സ്നീസിങ് പോലെയുള്ള കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്ന ആരാണ്? അപ്പോൾ മെഡുലയാണ്. മെഡുലോ ഒബ്ലാങ്കട്ടയാണ് കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ഇതുകൊണ്ടാണ് ഇവിടെ അടി കിട്ടുമ്പോൾ എന്ത് പറ്റും? ഹാർട്ട് ബീറ്റ് ചെയ്യാൻ മറന്നുപോയാൽ തീർന്നില്ലേ കാര്യം? ശ്വാസം വലിക്കാൻ മറന്നുപോയാൽ ആളുടെ കാര്യം പോയില്ലേ? അതാണ് സംഭവം. അപ്പോൾ അതാണ് മെഡുലോ ഒബ്ലാങ്കട്ടയുടെ ജോലി. ആശാൻ ഇവിടെ ഇങ്ങനെ താഴെയായിട്ടിരിക്കുന്നുണ്ടെങ്കിലും ചില്ലറക്കാരനല്ല. നമ്മൾ ഹൈപ്പോ തലാമസിനെ പോലെയാണ്. ചെറുതായിട്ട് അങ്ങനെ ഒതുങ്ങിക്കൂടി ഇരിക്കുന്നെങ്കിലും ഫങ്ഷൻസ് എന്ന് പറയുന്നത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എന്തുവാണ് മെഡുലോ ഒബ്ലാങ്കട്ടയുടെ ജോലി എന്ന് പറയുന്നത്? ഞാൻ മെഡുലോ ഒബ്ലാങ്കട്ട എന്ന് പറഞ്ഞാൽ ശീലിച്ചിട്ടുള്ളത്. അതിൻ്റെ കറക്റ്റ് ഉച്ചാരണം അതാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഉച്ചരിക്കുന്ന മെഡുലോ ഒബ്ലാങ്കട്ട എന്നാണ്. എന്തുവാണ്? ഇൻവോളണ്ടറി ആക്ടിവിറ്റീസിനെ കൺട്രോൾ ചെയ്യുന്നു. ലൈക്ക് ഹാർട്ട് ബീറ്റ്, വെന്റിലേഷൻ, വോമിറ്റിംഗ്, കഫിങ് ആൻഡ് സ്നീസിങ്. അപ്പോൾ പിന്നെ തൊട്ട് മുകളിലുള്ള 2 പേരുടെ ജോലി എന്ന് വെച്ചാൽ പ്രധാനമായിട്ടും എന്തായിരുന്നു? ഓക്കെ, മിഡ് ബ്രെയിൻ്റെ ജോലി എന്താണ്? ഇനീഷ്യൽ അസസ്മെൻറ്റ് ഓഫ് ദ മെസ്സേജസ് റിഗാർഡിംഗ് വിഷൻ ആൻഡ് ഹിയറിംഗ്. നമ്മുടെ കാഴ്ചയിൽ നിന്ന് കിട്ടുന്നതും അതുപോലെ തന്നെ കേൾവിയിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങളെയും ആദ്യം പ്രോസസ്സ് ചെയ്യുന്ന ആരാണ്? മിഡ് ബ്രെയിൻ ആണ്. അവിടെ നിന്നാണ് അങ്ങോട്ട് പോകുന്നത്, സെറിബ്രത്തിലോട്ട് പോകുന്നത്. ദ പാർട്ട് ഹാസ് എ റോൾ ഇൻ ദ മൂവ്മെൻറ്റ് ഓഫ് ദ ഐസ് ആൻഡ് ദ ഐബ്രോസ്. ഐബ്രോസും ഐയും ഒക്കെ മൂവ് ചെയ്യുന്നതിൽ ആർക്ക് റോളുണ്ട്? മിഡ് ബ്രെയിനിന് ജോലിയുണ്ട്. അപ്പോൾ എന്താ മിഡ് ബ്രെയിൻ്റെ ജോലി? സെറിബ്രം ചെയ്യുന്നതിന് മുമ്പ് വിഷനും കാര്യവും സെറിബ്രത്തിൽ തന്നെ പോകുന്നത്. പക്ഷേ അതിന് മുമ്പ് ആദ്യം ഇനീഷ്യലി അത് അസസ് ചെയ്യുന്ന ആരാണ്? മിഡ് ബ്രെയിൻ ആണ്. പിന്നെ വരുന്നതാണ് പോൺസ്. പോൺസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? PONS, പോൺസ് എന്നാണ് പറയുന്നത്. ഓക്കെ, കോർഡിനേറ്റ് ദ മസ്കുലർ ആക്ടിവിറ്റീസ് ഓഫ് ദ ഐ ആൻഡ് ദ ഫേസ്. ഐയുടെയും ഫേസിൻ്റെയും ആക്ടിവിറ്റീസിനെ കൺട്രോൾ ചെയ്യുക. റെഗുലേറ്റ് ദ റേറ്റ് ഓഫ് വെന്റിലേഷൻ. ശ്വസനത്തിൻ്റെ റേറ്റിനെ എന്ത് ചെയ്യുക? കൺട്രോൾ ചെയ്യുക. അപ്പോൾ അതിനെ മെയിനായിട്ട് ശ്വസനം കൺട്രോൾ ചെയ്യുന്ന മെഡുലോ ഒബ്ലാങ്കട്ട ആണെങ്കിലും അതിൻ്റെ റേറ്റിനെ കൺട്രോൾ ചെയ്യുന്ന ജോലി ആർക്കൂടെ ഉണ്ട്? പോൺസിന് കൂടെ ഉണ്ട്. അപ്പോൾ മിഡ് ബ്രെയിനും പോൺസിനും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ആരെപ്പോലെ മെഡുലോ ഒബ്ലാങ്കട്ടയുടെ അത്ര ഇമ്പോർട്ടൻസ് ഫംഗ്ഷൻ അല്ലെന്ന് എങ്കിലും ഓർത്ത് വയ്ക്കുക. ഓപ്ഷൻസ് ഒക്കെ കാണുമ്പോൾ അടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു തന്നത്. അതായത് ഇതൊന്നും മോശമോ ഒന്നും നല്ലതോ ഒന്നല്ല. അപ്പം നമ്മൾ പറയുന്നു ബ്രെയിൻ സ്റ്റെം. ബ്രെയിൻ സ്റ്റെമ്മിനെ 3 തിരിക്കാം. മിഡ് ബ്രെയിനും പോൺസും മെഡുലോ ഒബ്ലാങ്കട്ടയും. അല്ല, മിഡ് ബ്രെയിൻ എന്താ ചെയ്യുന്നത്? ഇനീഷ്യൽ അസസ്മെൻറ്റ് ഓഫ് ദ മെസ്സേജസ് റിഗാർഡിംഗ് വിഷൻ ആൻഡ് ഹിയറിംഗ് നടത്തുന്നു. ഇൻവോൾവ് ഇൻ ദ മൂവ്മെൻറ്റ് ഓഫ് ഐസ് ആൻഡ് ഐബ്രോസ്. കോർഡിനേറ്റ് മസ്കുലർ ആക്ടിവിറ്റീസ് ഇൻ ഐസ് ആൻഡ് ഫേസ്. പോൺസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? മസ്കുലർ ആക്ടിവിറ്റീസ് ഓഫ് ദ ഐസിനെയും ഫേസിനെയും കോർഡിനേറ്റ് ചെയ്യുന്നതും വെന്റിലേഷൻ്റെ റേറ്റ്, അതായത് ശ്വസനത്തിൻ്റെ റേറ്റ് കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്നു. പക്ഷേ വരുന്നു ഇമ്പോർട്ടൻ്റ്, അതാണ് ഞാൻ പ്രത്യേക കളറിൽ കൊടുത്തേക്കുന്നത്. മെഡുലയുടെ കാര്യം എന്താണ്? ഇൻവോളണ്ടറി ആക്ടിവിറ്റീസിനെ കൺട്രോൾ ചെയ്യുന്ന ആരാണ്? വോളണ്ടറിയെ കൺട്രോൾ ചെയ്യുന്ന സെറിബ്രമാണെങ്കിൽ ഇൻവോളണ്ടറിയെ കൺട്രോൾ ചെയ്യുന്ന സെറിബെല്ലം എന്നൊന്നും പഠിച്ചു വെക്കരുത്. അത് മെഡുലയാണ്, മെഡുലോ ഒബ്ലാങ്കട്ടയാണ്. ഹൃദയസ്പന്ദനം, വെന്റിലേഷൻ, വോമിറ്റിംഗ്, കഫിങ്, സ്നീസിങ് എക്സാമ്പിൾസ്. കഴിഞ്ഞു. ബ്രെയിനിൻ്റെ ഭാഗങ്ങളും അതിൻ്റെ ജോലിയും കഴിഞ്ഞു. ഇതാ ഫങ്ഷൻസും എല്ലാം ഞാൻ സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നോക്കി സൗകര്യം പോലെ ഫില്ല് ചെയ്യാം. അടുത്ത് വരുന്നു നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആൾ. ബ്രെയിനിൽ നിന്ന് വരുന്ന ആ ഒരു ഭാഗം നമ്മുടെ സ്പൈനൽ കോഡ്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ്. നമ്മുടെ നട്ടെല്ലിനകത്തൂടെ പോകുന്ന ആ ഒരു കട്ടിയുള്ള നെർവാണ് എന്താ? സ്പൈനൽ കോഡ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു സ്പൈനൽ കോഡിൻ്റെ ഒരു സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്കവിടെ 2 ഭാഗങ്ങളായിട്ട് കാണാൻ പറ്റും. നടുക്കായിട്ട്
ഈ നടുക്കായിട്ട് ഒരു സെൻട്രൽ കനാലുണ്ട്. കണ്ടോ, നടുക്കായിട്ടൊരു സെൻട്രൽ കനാലുണ്ട്. അവിടെ നിന്ന് പുറത്തേക്ക് വരുന്ന കുറച്ച് നെർവുകളും ഉണ്ട്, അകത്തേക്ക് പോകുന്ന കുറച്ച് നെർവുകളും ഉണ്ട്. ഇനി അതിൻ്റെ സ്ട്രക്ചർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അകവശം എന്ന് പറയുന്ന ഗ്രേ മാറ്റർ കൊണ്ടും പുറവശം എന്ന് പറയുന്ന വൈറ്റ് മാറ്റർ കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളൊരു സ്പൈനൽ കോഡ് എടുത്തിട്ട് ഒരു കട്ട്, ഇപ്പോൾ ഇതിങ്ങനെയാണ് സ്പൈനൽ കോഡ് എന്ന് വിചാരിക്കുക, അതിലൊരു കട്ടെടുത്തു. ആ കട്ടെടുത്ത ഭാഗം മുകളിൽ നിന്ന് നോക്കുമ്പോഴാണ് ഇതാ ഇങ്ങനെ കാണുന്നത്, ഇതാ ഇങ്ങനെ കാണുന്നത്. അപ്പോൾ അതിന് നടക്കൊരു ബട്ടർഫ്ലൈയുടെ ഷേപ്പിൽ കാണുന്നതാണ് അവിടുത്തെ ഗ്രേ മാറ്റർ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ മൈലിൻ ഷീത്ത് കവറിങ് ഇല്ലാത്തത്. അതിൻ്റെ പുറത്ത് കാണുന്നതാണ് എന്ത്, വൈറ്റ് മാറ്റർ എന്ന് പറയുന്നത്. ഇനി ഈ വൈറ്റ് മാറ്ററിൽ നിന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നോക്കിയേ എന്താ കാണപ്പെടുന്നത്, ഇവിടുന്ന് കുറച്ച് നെർവുകൾ ഇങ്ങനെ വരുന്നുണ്ട് അല്ലേ. നോക്കിയേ, ഡോഴ്സൽ റൂട്ട് ട്രാൻസ്മിറ്റ് ദ മെസ്സേജസ് ഫ്രം ഡിഫറെൻറ്റ് പാർട്ട് ഓഫ് ദ ബോഡി ടു ദ സ്പൈനൽ കോഡ്. ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് കിട്ടുന്ന ഇമ്പൾസുകളെ എങ്ങോട്ട് കൊണ്ടു കൊടുക്കുന്നു, സ്പൈനൽ കോഡിലേക്ക് എത്തിക്കുന്ന ജോലിയാണ് ആർക്ക്, ഡോഴ്സൽ റൂട്ടിനുള്ളത്. ആർക്കുള്ളത്, ഡോഴ്സൽ റൂട്ട്. എന്ന് വെച്ചാൽ നമ്മുടെ നടുവിലൂടെ ഇങ്ങനെ പോകുന്ന ഈ സ്പൈനൽ കോഡ് ഇതിൽ നിന്നും ഇങ്ങനെ ബ്രാഞ്ച് ചെയ്ത് നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തോട്ടും എന്ത് ചെയ്യുന്നുണ്ട്, ഞരമ്പുകൾ പോകുന്നുണ്ട്. അതാണ് നമ്മുടെ കൈയിനെയും കാലിനെയും ഒക്കെ എന്ത് ചെയ്യുന്നത്, കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ആ പറയുന്ന അവിടെ നിന്ന് കിട്ടുന്ന സെൻസറി വിഷൻ അല്ലെങ്കിൽ സെൻസറി ആയിട്ടുള്ള കാര്യങ്ങൾ തിരിച്ച് ബ്രെയിനിൽ കൊണ്ടെത്തിക്കണ്ടേ. അപ്പോൾ അവിടോട്ട് മെസ്സേജ് തിരിച്ചു കൊണ്ടുവരുന്ന ആൾക്കാരെയാണ് നമ്മൾ ഡോഴ്സൽ റൂട്ട് എന്ന് വിളിക്കുന്നത്. ട്രാൻസ്മിറ്റ് ദ മെസ്സേജസ് ഫ്രം ദ ഡിഫറൻറ്റ് പാർട്ട് ഓഫ് ദ ബോഡി ടു ദ സ്പൈനൽ കോഡ്. പല ഭാഗത്തു നിന്ന് സ്പൈനൽ കോഡിലേക്ക് മെസ്സേജ് എത്തിക്കുന്നു ഡോഴ്സൽ. ഡോർ ഡെലിവറി ചെയ്യുന്നു എന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ ഡോയിൽ നിന്ന് ഡോർസൽ കിട്ടും. ഡോർ ഡെലിവറി എന്ന് വെച്ചാൽ സാധനങ്ങൾ നിങ്ങളുടെ വീട്ടിൽ കൊണ്ട് തരുന്നതാണ്. അങ്ങനെ ബ്രെയിനിലേക്ക് അല്ലെങ്കിൽ സ്പൈനൽ കോഡിലേക്ക് കൊണ്ട് തരുന്നതാണ് ആര്, ഡോർ ഡെലിവറി ചെയ്യുന്ന ഡോഴ്സൽ റൂട്ട്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും വെൻട്രൽ റൂട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബ്രെയിനിൽ നിന്നും സ്പൈനൽ കോഡിൽ നിന്ന് വരുന്ന മെസ്സേജുകളെ ശരീരത്തിൻ്റെ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്ന ജോലിയാണ് ആർക്ക്, വെൻട്രൽ റൂട്ടിനുള്ളത്. ട്രാൻസ്മിറ്റ് ദ ഇൻസ്ട്രക്ഷൻസ് ഫ്രം ദ സ്പൈനൽ കോഡ് ടു ഡിഫറൻറ്റ് പാർട്ട് ഓഫ് ദ ബോഡി. ഇവിടെ നിന്നുള്ളതിന് എന്ത് ചെയ്യുന്നു, പുറത്തേക്ക് കൊടുക്കുന്നതാണ് ആരുടെ ജോലി എന്ന് പറയുന്നത്, വെൻട്രൽ റൂട്ടിൻ്റെ ജോലി എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അകത്തേക്ക് കൊണ്ടുവരുന്നത് ഡോഴ്സൽ റൂട്ട്. എങ്കിൽ എന്താ സെൻട്രൽ കനാലിൻ്റെ ജോലി? നമ്മുടെ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് ഉണ്ടല്ലോ, CSF. ഈ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് ആണല്ലോ നമ്മുടെ ഈ പറയുന്ന നെർവുകൾക്കെല്ലാം നറിഷ്മെൻറ്റും പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത്. അത് പോകുന്ന ഭാഗത്താണ് സെൻട്രൽ കനാൽ, അതായത് വിച്ച് ഈസ് ഫിൽഡ് വിത്ത് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്. കാരണം ഇതിന് ന്യൂട്രിയൻസ് കൊടുക്കണ്ടേ, ഇല്ലേ, വേസ്റ്റ് റിമൂവൽ ചെയ്യണ്ടേ. അപ്പോൾ അതിനുവേണ്ടി നടുക്കൂടി ഒരു കനാൽ പോലെ, ഒരു ഓട പോലെ, ഒരു ഹോൾ പോലെ പോകുന്നൊരു സാധനം എന്നോർത്ത് വെച്ചു, സെൻട്രൽ കനാൽ. അപ്പോൾ സ്പൈനൽ കോഡ് എന്ന് വെച്ചാൽ എന്തായിരിക്കും, ഇറ്റ് ഈസ് പാർട്ട് ഓഫ് ദ സെൻട്രൽ നെർവസ് സിസ്റ്റം സീൻ ആസ് ആൻ കണ്ടിന്യൂഷൻ ഓഫ് ദ മെഡുല്ല ഒബ്ലാങ്കട്ട. അല്ലേ, ഇവിടുന്ന് കാണുന്ന ഈ പറയുന്ന മെഡുല്ലയിൽ നിന്ന്, മുകളിൽ കാണുന്ന ഈ പറയുന്ന മെഡുല്ലയിൽ നിന്ന് ഇങ്ങനെ താഴോട്ട് പോകുന്ന ഇതാണ് എന്താ, സ്പൈനൽ കോഡ് എന്ന് പറയുന്നത്. ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്താണ് നമ്മുടെ നട്ടെല്ലിങ്ങനെ ഇരിക്കുന്നത്. നട്ടെല്ലിൻ്റെ പുറകിൽ കൂടെയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു സാധനം പോകുന്നത്. ഇതിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, പുറത്തേക്ക് നെർവുകൾ പോകുന്നത്. പുറത്തോട്ട് കൊണ്ടു കൊടുക്കുന്നവനെ നമ്മൾ വെൻട്രൽ എന്നും, അകത്തേക്ക് മെസ്സേജ് കൊണ്ടുവരുന്നവനെ, മെസ്സേജ് കൊണ്ട് സ്പൈനൽ കോഡിൽ എത്തിക്കുന്നവനെ നമ്മൾ ഡോഴ്സൽ എന്ന് വിളിക്കും. ഇതെന്ന് വിളിക്കും, ഡോഴ്സൽ റൂട്ട് എന്ന് വിളിക്കും. എന്നാൽ ഇവർക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് കൊണ്ടുപോകുന്ന കനാലിനെ വിളിക്കുന്ന പേരാണ് സെൻട്രൽ കനാൽ എന്ന് പറയും. സെറ്റാണല്ലോ. മെസ്സേജസ് ഫ്രം ഡിഫറൻറ്റ് പാർട്ട് ഓഫ് ദ ബോഡി ടു ദ ബ്രെയിൻ ആൻഡ് ട്രാൻസ്മിറ്റ് ഇൻസ്ട്രക്ഷൻ ഫ്രം ദ ബ്രെയിൻ ടു ഡിഫറൻറ്റ് പാർട്ട് ഓഫ് ദ ബോഡി. അതാണ് സ്പൈനൽ കോഡിൻ്റെ ജോലി. സ്പൈനൽ കോഡിൻ്റെ മാത്രം മൊത്തത്തിൽ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഈ ഒരു പോയിന്റ് ഇവിടെ നിന്ന് പറയാനായിട്ട് പറ്റും. തീർന്നു. ഇതാണ് സ്പൈനൽ കോഡ് എന്ന് പറയുന്നത്. സ്പൈനൽ കോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും, അത് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൻ്റെ ഒരു ഭാഗമാണ്. മെഡുല്ല ഒബ്ലാങ്കട്ടയുടെ എക്സ്റ്റൻഷൻ ആയിട്ടാണ്, അല്ലെങ്കിൽ കണ്ടിന്യൂഷൻ ആയിട്ടാണ് കാണുന്നത്. അത് നമ്മുടെ മെസ്സേജുകൾ പല ഭാഗത്തു നിന്നും ബോഡിയിലോട്ട്, ബ്രെയിനിലോട്ട് എത്തിക്കുകയും ബ്രെയിനിൽ നിന്ന് പല ഭാഗത്തോട്ട് കൊടുക്കുന്നത് ഇവരുടെ ജോലിയാണ്. 3 ഭാഗങ്ങളുണ്ട്. സെൻട്രൽ കനാലുണ്ട്, അവിടെയാണ് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് നിറഞ്ഞിരിക്കുന്നത്, ന്യൂട്രിയൻസ് കൊടുക്കും. ഡോഴ്സൽ റൂട്ട് എന്ത് ചെയ്യും, മെസ്സേജുകളെ നെർവിലേക്ക് കൊണ്ടെത്തിക്കും, സ്പൈനൽ കോഡിലേക്ക് കൊണ്ടെത്തിക്കും. വെൻട്രൽ റൂട്ട് സ്പൈനൽ കോഡിൽ നിന്ന് പുറത്തേക്ക് കൊടുക്കുന്നതും ആണെന്ന് മനസ്സിലാക്കുക. സെൻട്രൽ കനാലിൻ്റെ ജോലി എന്താണ്, പാർട്ട് ഓഫ് വിച്ച് ഇസ് ഫിൽഡ് വിത്ത് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്. ഡോഴ്സൽ ആണെങ്കിൽ മെസ്സേജസ് ഫ്രം ദ ഡിഫറൻറ്റ് പാർട്സ് ഓഫ് ദ ബോഡി ടു സ്പൈനൽ കോഡ്. വെൻട്രൽ റൂട്ട് ആണെങ്കിൽ എന്ത് പറ്റും, സ്പൈനൽ കോഡിൽ നിന്ന് ഡിഫറൻറ്റ് പാർട്സ് ഓഫ് ദ ബോഡിയിലേക്ക് കൊണ്ടുപോകും. തീർന്നു. സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൻ്റെ പരിപാടി തീർന്നു. ഇനി എങ്ങനെയാണ് ഈ മെസ്സേജുകൾ നമ്മൾ ഈ പറയുന്ന നെർവിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, അതിൻ്റെ മെക്കാനിസമാണ്. അതായത് നമ്മൾ അസറ്റൈൽ കൊളൈനെ പറ്റിയിട്ട് നമ്മൾ ന്യൂറോണെ പറ്റി പഠിച്ചപ്പോൾ പറഞ്ഞു. അപ്പോൾ അതെന്താണ്, സിനാപ്റ്റിക് നോബ്, സിനാപ്റ്റിക് ക്ലഫ്റ്റ്, ഇതിൻ്റെ കൂടെ എങ്ങനെയാണ് മെസ്സേജുകൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതെന്നുള്ള കാര്യമാണ്. അതെന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, നിയോ കോർട്ടെക്സ്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ന്യൂറോൺസ് ഒക്കെയാണ് ഇനി വരുന്നത്. ചാപ്റ്റർ ഏതാണ്ട് തീരാറായി. ഇനി വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഓട്ടോണമസ് നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇവിടുന്ന് ചോദ്യങ്ങൾ പലതവണ പരീക്ഷയ്ക്ക് വന്ന് കണ്ടിട്ടുണ്ട്. അതുപോലെ എന്താണ് സ്പോണ്ടേനിയസ് റെസ്പോൺസ് വരുന്ന രീതിയും കൂടി പറഞ്ഞു കഴിയുമ്പോൾ തീരുമെന്ന് തോന്നുന്നു. ഏറെക്കുറെ തീരും. 2 ഭാഗങ്ങളൂടെ ഉണ്ടാവും. ഒരു 6-7 പാർട്ട് കൊണ്ടായിരിക്കും ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആവുന്നത്. ചെറിയ പാർട്ടാണ്, മാക്സിമം അരമണിക്കൂറിനകത്തുള്ള വീഡിയോസാണ്. സോ നിങ്ങൾക്ക് കാണാൻ ബുദ്ധിമുട്ടുണ്ടാവില്ലെന്ന് വിശ്വസിക്കുന്നു. സോ ക്ലാസ്സിൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കായിട്ട് കാണാം.
വെൽക്കം ടു